ലവ് എന്നുള്ള സാധനം മക്കൾ നെഗറ്റീവായിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു കാര്യം വീട്ടിൽ നിന്നുണ്ടാകുന്നതാണ്. ലവ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈനാണ്. അതെ, ആര് തമ്മിലുണ്ടാകുന്നതാ? പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിലുണ്ടാകുന്നതാ. ആരൊക്കെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്? ഞാനും എൻ്റെ ഭാര്യയും, ഞാനും എൻ്റെ മോളും, ഞാനും എൻ്റെ മോനും, ഞാനും എൻ്റെ ഉപ്പയും, ഞാനും എൻ്റെ ഉമ്മയും. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുമ്പോൾ തമ്മിൽ പറയുന്ന വാക്കാണ് ഐ ലവ് യു എന്നുള്ളത്. അത് പുറത്തു നിന്നൊരാള്, ഒരു ബന്ധമില്ലാത്ത ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് ഐ ലവ് യു ഇജനാരൻ്റെ വാപ്പേ എന്ന് ചോദിക്കാനുള്ള ബോധ്യത്തിലേക്ക് നമ്മുടെ മക്കളെ വീട്ടിൽ നിന്ന് വളർത്തണം. അതിന് എന്തു വേണോ? വീട്ടിൽ നിന്ന് വാപ്പാടെയൊക്കെ ഇഷ്ടം പോലെ ഐ ലവ് യു കേൾക്കണം. നിങ്ങൾ ആലോചിച്ചിരുന്ന ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായ? പാപ്പാടേക്കുന്ന ഇഷ്ടം പോലെ, ഉമ്മാടേക്കുന്ന ഇഷ്ടം പോലെ ഐ ലവ് യു എന്ന് കേട്ട കുട്ടിനോട് സ്കൂളിൽ ചെന്നപ്പോൾ ഒരു സുഹൃത്ത് ഐ ലവ് യു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി എന്ത് പ്രതികരിക്കും? ജന്ത എന്നോട് ഐ ലവ് യു പറ, ജന്തന്റെ വാപ്പേ. ആ ബോധ്യത്തിൽക്കാണ് ഈ സാധനത്തെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അതിന് വീട്ടിൽ നിന്ന് കേൾക്കണം, ഉമ്മയും വാപ്പയും പറയുന്നത് കേൾക്കണം, മക്കൾ തമ്മിൽ പറയണം. അല്ലാതെ മദ്രസയിൽ വന്ന ഉസ്താദ് കഷ്ടംപോലെ കേട്ടിട്ടുണ്ടാവും. കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ, ഉസ്താദേ അതില്ലേ അവനെ അവളോടില്ല ഉവ്വ അവനോട് ഞാൻ ഐ ലവ് യു പറയണ ഞാൻ കേട്ട്. ആ സാധനത്തെ വേറൊരു തരത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. സാധാരണ ഞാൻ ഉസ്താദുമാരതിന് മറ്റൊരു രീതി പരിശീലിപ്പിക്കാറുണ്ട് മദ്രസയിൽ ഈ വിഷയം വരുന്ന സമയത്ത്. ഇത് കോമണായ കാര്യമാണ്. ഇത് മുതിർന്നു വരുന്ന സമയത്ത് ഇത് കുട്ടികൾക്ക് ധാരാളമായി പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ വീടിനകത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികൾ ഒരു 12-13 വയസ്സാകുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം എന്താണെന്നറിയോ? സംസാരം. ആരേട്ടേലും എനിക്ക് കുറേ പറയാണ്ട്, കേൾക്കാൻ ആരാണോ തയ്യാറാവുന്നത് അവരായിട്ടൊക്കെ ഞാൻ സംസാരിക്കും. സംസാരിക്കാൻ നിങ്ങൾക്ക് ഒഴിവുണ്ടോ? ഞങ്ങളെ മക്കൾ നിങ്ങളെ കൂടെ ഉണ്ട്. ഇല്ലേ, ഏതൊക്കെയോ ആൾക്കാർ വെറുതെ വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഇരിക്കുന്നുണ്ട്, ഒരു പണിയില്ലാണ്ട് ഇങ്ങനത്തെ ആൾക്കാരെ കേൾക്കാൻ. അവരുടെ കൂടെ ഇവർ പോകും. നേരത്തെ പറഞ്ഞ 10ാം ക്ലാസ്സുകാരിയില്ലേ, അവൾ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം ഇത് തന്നെയാണ്. അവള് കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ് അവൾ എന്നോട് പറഞ്ഞ പ്രശ്നം. അവിടെ ഉമ്മാക്ക് ജോലിയുണ്ട്, പാപ്പ ഗൾഫിലുമാണ്, വീട്ടിൽ ആരുമില്ല. ഞാൻ ആരോട് പറയും? പറയാൻ അവൾ 12ാമത്തെ പ്രേമാണ് ഈ പറഞ്ഞ ചെക്കൻ. അവൾ ഉമ്മനോട് പറഞ്ഞ അവൾക്ക് 4 പ്രേമുണ്ട്, ഇത് 4ാമത്തെയാണ്. ഞാൻ അവളോട് വെച്ചപ്പോൾ 12ാമത്തെയാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അവർക്ക് ഫേക്കാണെന്നൊക്കെ പിന്നെ മനസ്സിലായി. അപ്പൊ ഞാൻ അവരെ ഒഴിവാക്കി. എന്തിനാണ് മോളെ നിനക്ക് ഇത്രയും സംഭവങ്ങൾ? എന്നെ കേൾക്കാൻ ആരുമില്ല. ഈ ചെക്കൻ്റെ അവസ്ഥ എന്താ അറിയോ? പക്ക കഞ്ചാവാണ്. അത് ഞാൻ അവനെ കുറിച്ച് വീണ്ടും ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കിയ സാധനം, അല്ലാതെ എനിക്ക് ജസ്റ്റ് കിട്ടിയ രൂപരല്ല. പക്ഷെ അവനക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. അവൻ എന്നോട് ഒരു ബ്രദറിനെ പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. എല്ലാം ഓപ്പണായിട്ട് വളരെ രസമായിട്ട് കൺവിൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്നു. അങ്ങനെ അവളോട് സംസാരിച്ച സ്വാഭാവികമായിട്ടും അവള് വീഴും. ഈ ദുരന്തം നിങ്ങളുടെ മക്കൾക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒഴിവ് വേണം. ദീർഘമായി സംസാരിക്കണം. ക്വസ്റ്റ്യൻ ഇല്ലാത്ത സംസാരങ്ങൾ വേണം. നിങ്ങളുടെ വീടിനകത്തെ പരസ്പരം സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക? ആദ്യം കെട്ടിയവളും തമ്മിൽ സംസാരിക്കണം. ഞാൻ ഈ അടുത്തൊരു കൗൺസിലിങ്ങിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം. 2 ആളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്, 2 പേരും അത്യാവശ്യം സാലറി ഉള്ളവരാണ്, ഭയങ്കര പിശുക്കുമാണ്. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായിട്ടാണ് കൗൺസിലിങ്ങിന് വരുന്നത്. ഞാൻ അവരോട് ദിവസവും 1/2 മണിക്കൂർ നിങ്ങൾ സംസാരിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞയച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് ആ പെണ്ണിനോട് എനിക്ക് മെസ്സേജ് അയച്ച്, പക്ഷെ അത് എന്നോട് പറയണേ 1/2 മണിക്കൂറൊക്കെ നമ്മൾ എന്താ വർത്താനം പറയാന്ന്. എന്നോട് ചോദിക്കാം, എന്താ ഈ 1/2 മണിക്കൂറൊക്കെ നമ്മൾ പറയാന്ന്? അത്ര പോലും പറയാനില്ല. ഇതൊരു വലിയ അപകടമാണ്, സംസാരിക്കാൻ കഴിയാതാവുക എന്നുള്ളത്. അങ്ങനെ സംഭവിക്കൂട്ടോ. നമ്മൾ സംസാരിക്കാതെ പോയി കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. ഞാനിപ്പോൾ വേറൊരു കപ്പിൾസ് ഇതേപോലെ ഒരു ഫുൾ ചാറ്റിങ് മാത്രമായി 3 മാസമായിട്ട് ഒരു കോള് പോലുമില്ല, ഫുൾ ടൈപ്പിംഗ്. അടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞു. ഞാൻ നേരിട്ട് സംസാരിക്കണമെന്നല്ല, ഒരാൾ ഗൾഫിൽ ഒരാൾ നാട്ടിലുമാണ്, ചാറ്റിങ് മാത്രം. അതൊക്കെ അപകടമാണ്. സംസാരിക്കണം.
അതേപോലെ മക്കളോട് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം? ക്വസ്റ്റ്യൻ ഇല്ലാതെ സംസാരിക്കണം. മക്കളൊരു വിഷയം വന്ന് പറയുന്ന സമയത്ത് അത് കേൾക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. എങ്ങനെ? ഇപ്പോ നിങ്ങളെ മോൾ നിങ്ങളോട് വന്നിട്ട് പറയണം, ഇപ്പൊ ഞാനിങ്ങനെ വരുന്ന സമയത്ത് എന്നോട് അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മോളോട് ഒന്ന് പറയാം. അങ്ങനെ എൻ്റെ മോള് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് വന്ന് പറയുന്ന ഉറപ്പുള്ള ആൾക്കാരെന്ന് കൈവക്കെ. എൻ്റെ അർത്ഥം എന്താ? കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട് അല്ലേ? അല്ല, നമുക്ക് എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞ എന്നോട് പറയാന് ധൈര്യം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നാണ്. എൻ്റെ കുട്ടിക്ക് അങ്ങനെ പറയാൻ കഴിയണം. എന്നോട് എൻ്റെ മക്കൾ വന്ന് പറയാം, എൻ്റെ സ്വന്തം മക്കളല്ല കേട്ടോ, എനിക്ക് 100-600 കുട്ടികളെ പെൺകുട്ടികളെ ഞാൻ പഠിപ്പിച്ചിരുന്നു. കുട്ടികൾ എന്നോട് വന്ന് പറയും ഇഷ്ടമാണ് എന്നുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ ഞാനൊരിക്കൽ മദ്രസയിൽ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ദിവസം എന്നോട് വന്നിട്ട് ഒരു വാച്ച് കാണിച്ചു തന്നു. വാച്ച് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇത് മറ്റവനക്ക് കൊടുക്കാനുള്ളതാണ് പറഞ്ഞു. എന്തേടാ? അല്ല, എന്നോ എൻ്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞു. അടിപൊളി, എന്നാ കൊണ്ടേ കൊടുക്ക്, അവനെന്താ പറയുന്നു പറയാം. എന്നിട്ട് എന്നോട് വന്ന് പറയണം കേട്ടോ അവനെന്താ പറഞ്ഞെന്നുള്ളത്. ഞാനൊരു ഉസ്താദാണ്, ഓള് മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്, 6ാം ക്ലാസ്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ രാവിലെ വന്നേക്ക് അവളെ കണ്ടേക്കെന്നെ ചോദിച്ചു, എന്തായാലും കൊടുത്താ? കൊടുത്തു ഉസ്താദേ. അപ്പൊ എങ്ങനെ കൊടുത്ത്? അത് ഇന്നലെ ഉപ്പച്ചും കൂടി വടക്കേക്കാട് പോവാന്ന് പറഞ്ഞപ്പോ ഞാനും പോയി. പോകാൻ ചാൻസ് കിട്ടിയപ്പോ ഞാൻ അവനക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് വടക്കേക്കാട് വരുന്നുണ്ട്, ഈ അങ്ങോട്ട് വായോന്ന്. അങ്ങനെ അവൻ വന്ന് അവര് സാധനം എടുക്കാൻ കടയിൽ കയറിയപ്പോ ഞാൻ കാറിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. അപ്പൊ അവൻ കാറിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഞാൻ കൊടുത്തു. അപ്പൊ ഞാൻ തിരിച്ചു വെച്ചു, എനിക്ക് എവിടെ നിന്നീ വാച്ച്? അത് ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോ പെട്ടി പൊട്ടിച്ചപ്പോൾ അതിനകത്തൊരു സാധനം ഉണ്ടായത്, ഞാൻ എടുത്തു വെച്ചാണ്. പാപ്പ ഗൾഫിൽ നിന്ന് കൊടുന്ന വാച്ച് എന്ത് ചെയ്യുന്നേ? പാപ്പാന്റെ ഉമ്മാന്റെയും കൂടെ പോയിട്ട് പ്രേമിക്കുന്ന ചെക്കന് കൊടുക്കുന്നു. നല്ല പരിപാടിയല്ലേ? ഇത് ഈ വാപ്പിയമ്മ അറിയണില്ല. ഇതാണ് ഇതിലെ അപകടം. ആ കുട്ടി എന്നോട് പറയുന്നു, ആ സംഭവം നമ്മൾ 6 മാസം കൊണ്ട് അവസാനിപ്പിച്ച് ആ പരിപാടി. അതെന്തുകൊണ്ട് എനിക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു? എന്നോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് ഇതൊക്കെ എൻ്റെ ഉപ്പാനോടും പണ്ടോട് പറഞ്ഞൂടെ? ഇപ്പൊ ടെററാണെന്ന് പറഞ്ഞു എന്നോട്. ഉപ്പ ടെററാണെന്ന്. അവർക്ക് അങ്ങനെ കുറെ ഭാഷകളുണ്ട്. ഉപ്പാനോട് പറയാൻ പറ്റില്ല, ഇപ്പൊ ടെററാണെന്ന്. നമ്മൾ ഒരു ടെററായിട്ട് ഒരു കാര്യമില്ല കേട്ടാ. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകുക, അങ്ങനെയാണ് മക്കൾ. അല്ലെങ്കിൽ ഉമ്മ ടോക്സിക് ആണ് എന്നറിയും, അവരുടെ ഭാഷയാണ്. വല്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉമ്മ ടോക്സിക് ആണ് എന്നറിയും. മിണ്ടാണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ കുട്ടിയുടെ ഉമ്മ, ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയില്ലേ, ആ കുട്ടിയുടെ ഉമ്മ എന്നോട് പറയാണ്, ഉസ്താദേ ഞാൻ ഇന്ന് വരുന്ന സമയത്ത് അവളോട് പറഞ്ഞു, ഇജ്ജ് എവിടേക്കെങ്കിലും ഒന്ന് പോകോ, എനിക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാനാണ്. അത്രയും വിഷമിച്ചു പോയി. മക്കൾ ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. എവിടെ ശ്രദ്ധിക്കുക? മക്കളോട് നിരന്തരം പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരിൽ തെറ്റുണ്ടാകും. തിരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. എങ്ങനെ തിരുത്തണം? ഞാൻ സാധാരണ പറയാറുണ്ട്, ഗൂഗിൾ മാപ്പ് പോലെ തിരുത്തണം. മക്കളെ ഗൂഗിൾ മാപ്പ് പോലെ തിരുത്തണം. ഗൂഗിൾ മാപ്പ് കണ്ടിട്ടില്ല? നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ലേ ഗൂഗിൾ മാപ്പ്? നിങ്ങൾ വഴി തെറ്റിപ്പോയി. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ എങ്ങനെ എത്തിയിട്ട് വലത്തോട്ട് തിരിയാൻ പറഞ്ഞു, നിങ്ങൾ വലത്തോട്ട് തിരിയാതെ നേരെ പോയി. ഗൂഗിൾ മാപ്പ് നിങ്ങളോട് എന്ത് പറയും? ഇനി അടുത്ത സ്ഥലത്ത് പോയാൽ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്താം പറഞ്ഞു തരും. അവിടെ എത്തിയിട്ട് വീണ്ടും നിങ്ങൾ തിരിഞ്ഞില്ല, വീണ്ടും നിങ്ങൾ പോയി. ഗൂഗിൾ മാപ്പ് വീണ്ടും പറയും, ഇനി ഇന്നോടത്ത് നിന്ന് എത്തി ഇവിടുന്ന് യൂട്ടേൺ എടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നോടത്തേക്ക് ഇനി എത്താൻ പറ്റും അല്ലേ? നിങ്ങളൊരു 100 ആവർത്തി ഗൂഗിൾ മാപ്പ് പറഞ്ഞത് തെറ്റിച്ച് ഗൂഗിൾ മാപ്പ് നിങ്ങളെ ചീത്ത വിളിക്കലുണ്ടാ? ചങ്ങായി ഇപ്പൊ പണിയേക്കുക, എത്ര നേരം എനിക്ക് ഞാൻ അതൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങിയിട്ട് എന്ന് നമ്മൾ പറയലുണ്ടാ? 100 വട്ടം തെറ്റിച്ച് ഞങ്ങളോട് ചീത്ത പറയോ? വീണ്ടും ഒരേ സ്വരത്തിൽ വീണ്ടും നിങ്ങളെ ശരിയാക്കിക്കൊണ്ടിരിക്കൂലേ? ഇതാണ് ഒരു പാരന്റ്. കാരണം മക്കൾ നമ്മുടേതാണ്, നാട്ടുകാരതല്ല. എനിക്കുണ്ടായ കുട്ടിയാണ്, തിരുത്തേണ്ട ഉത്തരവാദിത്വം ഇൻ്റെതാണ്. ആ കുട്ടിനെ നന്നാക്കൽ ഇൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാനാണ് ആ കുട്ടിനെ ശരിയാക്കേണ്ടത്, വേറെ ഒരാളും വരാനില്ല. അതുകൊണ്ട് ഞാൻ തിരുത്തിയേ പറ്റൂ. കുട്ടികളോട് സംസാരിക്കണം, ദീർഘമായി സംസാരിക്കണം.
ഒരു മുൻവിധിയില്ലാതെ സംസാരിക്കണം. ആ കുട്ടിയുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാനുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം കുട്ടിനോട്. അപ്പോ കുട്ടി ലഹരിക്കടിമയാണെന്ന് പറഞ്ഞു വന്നാൽ ആദ്യം നമ്മളാണ് അതിൻ്റെ പ്രതി എന്ന് മനസ്സിലാക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇതിനൊരു സ്റ്റാർട്ടിങ് ഉണ്ടാകും. ആ സ്റ്റാർട്ടിങ് ടൈം നമ്മൾ കാണാതെ പോയതാണ്. കുട്ടിയെ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ലഹരിക്കടിമയാകുന്ന, അതേപോലെ ഫോണിനടിമയാകുന്ന, പ്രേമത്തിനടിമയാകുന്ന കുട്ടികളിലൊക്കെ ഒരു നിശ്ചിത സമയം തൊട്ടാണ് അത് ഉണ്ടാവുക. ആ സമയത്ത് അതിൻ്റെ സിംറ്റംസ് കാണിച്ചിട്ടുണ്ടാകും. ആ കാണിക്കുന്ന സമയത്ത് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ? നമുക്ക് ആ കുട്ടികളുമായിട്ട് ആത്മബന്ധമില്ല എന്നുള്ളതാണ്. എന്നെ പേടിച്ചിട്ട് എൻ്റെ കുട്ടി വളരരുത്, എന്നെ സ്നേഹിച്ചിട്ട് എൻ്റെ കുട്ടി വളരണം. എൻ്റെ ഉപ്പാക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറാൻ കഴിയണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.